ഹലോ എവരിബഡി, എൻ്റെ പേര് ഡോക്ടർ സുശാന്ത്. ഞാനിവിടെ LLM ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തെ കാലത്ത് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ നമുക്കൊരു ക്വാളിറ്റി ചികിത്സ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചിലവ് വഹിക്കാൻ നമ്മൾ തയ്യാറാകണം. പക്ഷേ എല്ലാവർക്കും അതിന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രസക്തി. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ചില കമ്പനീസുമായിട്ട് നമ്മൾ അവർക്ക് ഒരു പ്രീമിയമായിട്ടൊരു തുക അടയ്ക്കുന്നു. അപ്പോൾ നമുക്കെന്തെങ്കിലും അസുഖങ്ങൾ, ഹോസ്പിറ്റലൈസേഷൻ, ഇങ്ങനത്തെ ചിലവുകൾ വരുമ്പോൾ അതിൻ്റെ ചിലവ് ആ കമ്പനി വഹിക്കുന്നു. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് കമ്പനീസ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കൊരു ഇൻഡിവിജ്വൽ പോളിസി എടുക്കാം, നമുക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കാം. പിന്നെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുക്കാം, ഫാമിലി പോളിസി, ഫാമിലി ഫ്ലോട്ടഡ് പോളിസി, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നമുക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു. അപ്പോൾ ഇതിലേതാണ് നല്ലത്? കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ ആ കവറേജ് കംപ്ലീറ്റ്ലി പിന്നെ നമുക്ക് കിട്ടുകയില്ല. വീണ്ടും ഒരു പോളിസി അതിനായിട്ട് എടുക്കേണ്ടി വരും. അതിനാൽ എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി പോളിസി ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ എപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി സ്റ്റാർട്ട് ചെയ്യണം, ഏത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം, നമ്മളൊരു അഡൽട്ടായി കഴിഞ്ഞാൽ 20-21 വയസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. കാരണം വളരെ ചെറുപ്പത്തിൽ നമുക്ക് അടയ്ക്കേണ്ട പ്രീമിയം വളരെ കുറവായിരിക്കും. കാരണം നമുക്ക് അസുഖങ്ങളൊന്നും ജനറലി കാണുകയില്ല, റിസ്ക് ഫാക്ടേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു നല്ല എമൗണ്ടിലുള്ള ഒരു പോളിസി വളരെ കുറച്ച് പ്രീമിയം അടച്ചാൽ തന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഷുറൻസിൽ തന്നെ പലതരത്തിലുള്ള ടെർമിനോളജീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കേൾക്കാറുണ്ട്, ഞാൻ ഇത്രയും തുകയുടെ ഇൻഷുറൻസ് എടുത്തു, പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ അടയ്ക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ രണ്ട് ടേംസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ, നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഒന്ന് കോ പേയ്മെൻറ്റ്, രണ്ടാമത് ഡിഡക്റ്റബിൾ. ഡിഡക്റ്റബിൾ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ചില പോളിസീസിൽ നമ്മളൊരു പ്രസ്തുത തുക അടച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കമ്പനിയുടെ ആ ഒരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ. സപ്പോസ് നമുക്കൊരു 10,000 രൂപയുടെ ചികിത്സാ ചിലവാണ് വരുന്നതെങ്കിൽ അതിൽ നമ്മളൊരു 2,000 രൂപ നമ്മൾ തന്നെ അടയ്ക്കണം. അതിന് ശേഷമുള്ള തുക മാത്രമേ ഇൻഷുറൻസ് കമ്പനി എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ബില്ല് വരികയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഒരു 7,000 റുപ്പീസ് അടയ്ക്കുന്നു, ബാക്കി ഒരു 3,000 റുപ്പീസ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ടേംസ് ഉള്ള പോളിസീസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വീണ്ടും പൈസ ചിലവാക്കേണ്ടി വരും. അതേസമയം ഇതൊന്നും ഇല്ലാത്ത പോളിസീസ് ആണെങ്കിൽ കമ്പനി തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ ഡിഡക്റ്റബിളും കോ പേയ്മെൻറ്റേയും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോളിസി ക്ലെയിം എമൗണ്ട്, നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ട് അത് കുറവായിരിക്കും. അപ്പോൾ ഈ പ്രീമിയം കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്ന് പലർക്കും സംശയങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, നമുക്ക് ചെറിയ കവറേജിലുള്ള പ്രീമിയം പോളിസി എടുക്കാം, പക്ഷേ അത് എല്ലാ അസുഖവും നമുക്ക് കവറേജ് കിട്ടുകയില്ല. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് പ്രീമിയം പോളിസി നമുക്ക് 1 വർഷത്തേക്ക് അടയ്ക്കാം, 2 വർഷത്തേക്ക് അടയ്ക്കാം, 3 വർഷത്തേക്ക് അടയ്ക്കാം. അപ്പോൾ ഈ 3 വർഷത്തേക്കുള്ള പ്രീമിയം ഒരുമിച്ച് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം തുക കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ മാസവും പ്രീമിയം അടയ്ക്കാനുള്ള ഫെസിലിറ്റീസുള്ള പോളിസികൾ അവൈലബിൾ ആണ്. പിന്നെ ഇതല്ലാതെ ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ എല്ലാ അസുഖങ്ങളും കവറേജ് കിട്ടുകയില്ല. ഫോർ എക്സാമ്പിൾ, മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും കവറേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ദിവസമെങ്കിലും അഡ്മിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, നമ്മുടെ ഈ സൗന്ദര്യം കൂട്ടുന്ന പ്രൊസീജിയേഴ്സ്, പിന്നെ ഈ ഇൻഫെർട്ടിലിറ്റി, ഈ കുട്ടികളുണ്ടാകാനായിട്ട് ചെയ്യുന്ന ചികിത്സയ്ക്കുള്ള പ്രൊസീജിയേഴ്സ്, അങ്ങനെയൊന്നും പല ഇൻഷുറൻസ് കമ്പനികളും കവറേജ് കൊടുക്കുകയില്ല. പക്ഷേ കൊടുക്കുന്ന കമ്പനികളുമുണ്ട്. പക്ഷേ അതിന് നമ്മൾ കൂടുതൽ പ്രീമിയം പേ ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ചില കാര്യങ്ങൾ, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ക്യാൻസർ അങ്ങനെയുള്ള അസുഖം വരികയാണെങ്കിൽ, ഓൾദോ നമ്മുടെ മെഡിക്കൽ പോളിസി അത് കവർ ചെയ്യുമെങ്കിലും നമുക്കതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുകയില്ല. ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് വളരെ വളരെ കോസ്റ്റ്ലി, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിലവ് നമ്മൾ മുൻകൂട്ടി കണ്ട് ക്യാൻസർ പോളിസി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ക്യാൻസർ പോളിസി, ക്രിട്ടിക്കൽ കെയർ പോളിസി, ഇപ്പോൾ ഈ കാർഡിയാക് കെയർ പോളിസി, അങ്ങനെയുള്ള പോളിസീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ കവറേജ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ചിലവ് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് പലതരത്തിലെടുക്കാം. നമുക്കൊന്നുകിൽ ഒരു കമ്പനിയുടെ ഡയറക്റ്റായിട്ട് അവരുടെ സൈറ്റിൽ പോയി എടുക്കാം,
അല്ലെങ്കിൽ അവരുടെ ഒരു ഏജൻറ്റിനെ സമീപിച്ച് നമുക്ക് ആ പോളിസി എടുക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ വെൻഡേഴ്സ് ഉണ്ട്, പോളിസി ബസാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ള ബാങ്കിൽ നിന്ന് ചിലപ്പോൾ അവർ പോളിസി ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന പോളിസിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോളിസി കവറേജ് എല്ലാം കാണുമെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബാങ്ക് ഈ പോളിസി കമ്പനിയുമായിട്ടുള്ള അഗ്രിമെൻ്റ് അവർ ടെർമിനേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളത് അറിഞ്ഞെന്ന് വരികയില്ല. നമ്മൾ ക്ലെയിം ചെയ്യുമ്പോഴായിരിക്കും കറൻലി ആ പോളിസി ബാങ്കുമായിട്ടുള്ള അവരുടെ ആ അഗ്രിമെൻറ്റ് നിർത്തിയെന്നറിയുക. അപ്പോൾ നമുക്ക് ആ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുകയില്ല. അപ്പോൾ എപ്പോഴും ഏറ്റവും നല്ലത് ഒന്നുകിൽ കമ്പനിയുടെ സൈറ്റിൽ പോയി ഡയറക്റ്റ്ലി പോയി പോളിസി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഏജൻറ്റുമായിട്ട് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പോളിസി എടുക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ ഏജൻറ്റുമായിട്ട് സംസാരിച്ച് നമുക്ക് ആ ഒരു കമ്പനിയുമായിട്ടുള്ള ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കമ്പനിയുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു ഏജൻറ്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നീട് ഏതൊക്കെ കമ്പനിയുടെ പോളിസി എടുക്കണമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓൺലൈൻ തന്നെ കമ്പനികളുടെ ക്ലെയിം റേറ്റ് അങ്ങനത്തെ പല ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അത് പോളിസി ബസാറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഏതൊക്കെ കമ്പനീസാണ് ക്ലെയിം കൊടുക്കുന്നത്, ഏതൊക്കെ കമ്പനീസാണ് ക്ലെയിം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അത് നോക്കി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഈ പോളിസി അല്ലാതെ നമുക്ക് ടോപ്പ് അപ്പ് പോളിസി ഉണ്ട്. സപ്പോസ് നമുക്കൊരു 5 lakhs പോളിസി കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് കവർ ചെയ്യുന്ന എക്സ്ട്രാ പോളിസി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴേക്കും ഇൻ കേസ് ഒരു സഡൻ അൺഎക്സ്പെക്റ്റഡ് ചിലവ് വരികയാണ്, ഭയങ്കര ബില്ല് വരികയാണെങ്കിൽ ആക്ച്വലി അപ്പോൾ പോലും ആ പോളിസി നമ്മളെ സേവ് ചെയ്യും. അപ്പോൾ ഈ ടോപ്പ് അപ്പ് പോളിസീസിന് നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയുടെ അത്രയും പ്രീമിയം വരികയില്ല. ഇപ്പോൾ ടോപ്പ് പോളിസി കൂടി എടുക്കാമെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് തിങ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. സെക്ഷൻ D പ്രകാരം നമുക്ക് അറൗണ്ട് 20-25,000 എമൗണ്ടിൻ്റെ ആ ഒരു ടാക്സ് സേവിങ്സ് നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മെറ്റേണിറ്റിയുടെ കാര്യമാണ്. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് ജനറലി ഒരു പോളിസി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പ്രസവത്തിനും സിസറിനും ഒക്കെയുള്ള കവർ അത് 2 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇഫ് സപ്പോസ് എ യങ് വുമൺ ടേക്സ് എ പോളിസി വെരി ഏർലി ഇൻ ഹർ വർക്കിംഗ് കരിയർ, അപ്പോൾ എടുക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ അത് അവർക്ക് അഡ്വാൻറ്റേജസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും ഹെൽത്ത് ഇൻഷുറൻസിനുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെല്ലാവരും എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നല്ല കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. പിന്നെ നമ്മൾ ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്കത് എപ്പോഴും പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പോർട്ടബിലിറ്റി മീൻസ് നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 1-2 വർഷം ഒരു കമ്പനിയിൽ നിന്നിട്ട് നമ്മൾ വേറൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും കാലത്തെ നമുക്കൊരു ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിനുള്ള കവർ നമുക്ക് കിട്ടുകയും ചെയ്യും. ചില അസുഖങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി 2-3 വർഷം കഴിഞ്ഞിട്ടേ കവറേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ പോർട്ടബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ആ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ല എങ്കിൽ അത് എടുക്കുക. എപ്പോഴും ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. എപ്പോൾ വേണമെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ ഒരു ഇഷ്യൂ നമുക്കുണ്ടാകാം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ യു വിൽ ഓൾവേസ് ബി സേഫ്. താങ്ക് യു.